ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്കൊരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാൻ നോക്കാം. ഈ ക്രിസ്മസ് സ്റ്റാർ നമ്മളിപ്പോൾ ചെറിയ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കില്ലേ, ടേബിൾ ടോപ്പ് ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാറാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഹോം ഡെക്കോറിനായാലും ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്തിടാനും പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ 3 കാർഡ്ബോർഡ് പീസസ് ആണ് എടുത്തിരിക്കുന്നത്. നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് പീസല്ല, നമ്മുടെ സാധാരണ പുസ്തകത്തിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടല്ലോ അതേപോലെ ഇത്തിരി കട്ടിയുള്ള കാർഡ്ബോർഡ് പീസസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അളവ് 5.5 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അളവിലൊക്കെ എടുക്കാം. 4 സൈഡും ഈക്വൽ ആയിരിക്കണം. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തതിൽ കൂടെ ഇതേപോലെ മടക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ മടക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത 2 മടക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ഭാഗത്തിൽ ഒരു ഹോളില്ലേ, അതിൽ കൂടെ ഇത് കയറ്റി കൊടുത്ത് ഒട്ടിക്കുക. അപ്പം നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലാണ് ഇത് നല്ല ഉറപ്പിൽ ഒട്ടിയിരിക്കുള്ളൂ. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഭംഗിയാക്കി എടുക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിറ്റർ പൗഡർ യൂസ് ചെയ്യാം, ഫോം ഷീറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പെയിൻറ് യൂസ് ചെയ്തിട്ട് പെയിൻറ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്ലിറ്റർ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഗ്ലിറ്റർ പൗഡർ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗ്ലിറ്റർ പൗഡർ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഭാഗം അങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു കാര്യം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഗ്ലൂവും വെള്ളം കൂടി മിക്സ് ചെയ്തെടുത്തത്. അതായത് 1:1 എന്ന റേഷ്യോയിൽ നമ്മൾ ഗ്ലൂവും വെള്ളം കൂടി മിക്സ് ചെയ്തെടുത്തത്. ഈ ഗ്ലിറ്റർ പൗഡർ ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ തൊടുമ്പോൾ നോക്കുമോ എൻ്റെ കൈമ ഗ്ലിറ്റർ പിടിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഗ്ലിറ്റർ പൗഡറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുമ്പോൾ പോയി പിടിക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിലൊക്കെ ആകെ ആവും. പക്ഷേ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുത്തത്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. പെർഫെക്റ്റ് ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. നമുക്കിത് ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുന്ന തരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ ഒരു ഹോൾ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കേ വേണ്ടൂ. അപ്പോൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നുണ്ട്. ഈ സ്റ്റാറും കൂടി യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ. നമുക്കിനി അടുത്തൊരു ദിവസം കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.